ഞാൻ ഈ കടിച്ചു വലിക്കുന്നത് വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ പോത്തിന്റെ എല്ലാണേ. അപ്പൊ ഇന്ന് നമുക്കൊന്ന് കപ്പയെല്ലാം ട്രൈ ചെയ്താലോ. അപ്പതേ എല്ല് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ. കൂടാതെ ഈ കപ്പയും ഇതെന്റെ കയ്യെക്കാട്ടിലും വലുതാണ്. അങ്ങനെ നമ്മുടെ എല്ലുകറിക്കുള്ള മസാലയൊക്കെ കൂട്ടുകയാണെ. നമ്മൾ സാധാ ഇറച്ചിക്കറി വെക്കുന്ന സെയിം പ്രോസസ്സ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവാള, മസാലകളെല്ലാം കൂടെ കൂട്ടി നമ്മുടെ എല്ലും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണേ. ഇനി നമ്മുടെ കപ്പയുടെ പ്രോസസ്സ്. കപ്പ വെട്ടിപ്പൊളിച്ചരിഞ്ഞ് കഴുകിയിട്ട് ഒരു കുക്കറിനകത്ത് അതും വേവിക്കാൻ വെക്കുന്നുണ്ട്. നമ്മളിവിടെ എല്ലും കപ്പയും രണ്ടായിട്ടാണ് കേട്ടോ വെക്കുന്നത്. ചിലർ ഒരുമിച്ച് വെക്കുന്നവരുണ്ട്, ഇങ്ങനെ വെക്കുന്നവരുണ്ട്. അങ്ങനെ അതും കുക്കറിനകത്താക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ആ ഒരു ടൈമിൽ ഞാൻ വാഴയില വെട്ടാൻ പോയി. അപ്പോൾ എല്ലാം സെറ്റ്. ഇനി വാഴയിലോട്ട് കപ്പ, എല്ലുകറി. ഇനി അങ്ങോട്ട് കഴിച്ചാൽ മതി. അടിപൊളിയല്ലേ ഈ മഴയത്ത് കപ്പയും എല്ലും, പിന്നെ കൂടെ കട്ടൻ ചായ. സൂപ്പർ. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂടെ കുടിക്കോ.